കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം മൃഗങ്ങളെ ജീവിച്ചിരിക്കുന്ന ആയുധങ്ങളായിട്ടാണ് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. മെക്കാനിക്കൽ പവറും രാസപദാർത്ഥങ്ങളും വൈദ്യുതിയും മുതൽ സ്വന്തം എല്ലുകളെ പോലും ഒടിച്ച് ആയുധമാക്കാൻ കഴിയുന്ന ജീവികൾ ഇന്ന് നമ്മുടെ ഭൂമിയിലുണ്ട്. പ്രകൃതിയുടെ ആയുധപ്പുര ഇന്ന് നമ്മൾ തുറക്കുകയാണ്. ജീവിവർഗങ്ങളിലെ വ്യത്യസ്തമായ സകല നാച്ചുറൽ വെപ്പൺസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാച്ചുറൽ വെപ്പൺസിനെ പ്രധാനമായും 5 വിഭാഗങ്ങളായി തിരിക്കാം. ഓർക്കുക, ചില ആയുധങ്ങളുടെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ കാരണം അവയെ ഒന്നിലധികം വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്തായാലും ഒന്നാമത്തെ വിഭാഗമാണ് മെക്കാനിക്കൽ വെപ്പൺസ്. ഇതിനെ വീണ്ടും 4 ഉപവിഭാഗങ്ങളായി തിരിക്കാം. ഒന്നാമത്തേത് പിയേഴ്സിംഗ് ആൻഡ് ഇംപെയിലിംഗ് വെപ്പൺസ്, അതായത് കുത്താനും തുളച്ചു കയറ്റാനും വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. ഇതിൽ പ്രധാനമായും 5 തരം ആയുധങ്ങളുണ്ട്. ഒന്നാമത്തേത് കാനൈൻ പല്ലുകൾ. മാമൽസിലാണ് പൊതുവെ ഇത് കാണപ്പെടുന്നത്. നീണ്ട കൂർത്ത പല്ലുകളെയാണ് കാനൈൻസ് എന്ന് പറയുന്നത്. ഇരകളെ ആഴത്തിൽ കടിച്ച് മുറിവേൽപ്പിക്കാനാണ് പ്രധാനമായും കാനൈൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആഴത്തിൽ കടിക്കുമ്പോൾ ഇരയുടെ ഏതെങ്കിലും വൈറ്റൽ ഓർഗന് മുറിവ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇരയെ എളുപ്പത്തിൽ വീഴ്ത്താം. അതോടൊപ്പം ഇരയെ വിടാതെ പിടിച്ചു വെക്കാനും കാനൈൻസ് സഹായിക്കും. ഹിപ്പോപ്പൊട്ടാമസ്, മസ്ക്മാൻ, കടുവ, ഗൊറില്ല, സിംഹം, കരടി എന്നിങ്ങനെ സസ്യഭുക്കുകളും മാംസഭുക്കുകളുമായ ഒരുപാട് ജീവികൾക്ക് കാനൈൻസ് ഉണ്ട്. കരയിൽ ജീവിക്കുന്നവയിൽ ഹിപ്പോപ്പൊട്ടാമസിനാണ് ഏറ്റവും വലിയ കാനൈൻസ് ഉള്ളത്. ഇവയ്ക്ക് ശരാശരി 60 സെന്റിമീറ്റർ നീളം കാണും. കരയിലെ പ്രൊഡക്റ്റേഴ്സിൽ നോക്കിയാൽ ബംഗാൾ ടൈഗറിനാണ് ഏറ്റവും വലിയ കാനൈൻസ് ഉള്ളത്. ഇതിന്റെ കാനൈൻസിന് 10 സെന്റിമീറ്ററോളം നീളം വയ്ക്കാനാകും. മനുഷ്യർക്കും 4 കാനൈൻ പല്ലുകളുണ്ട്. പക്ഷേ മറ്റു ജീവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കാനൈൻസ് വളരെ നിസ്സാരമാണ്. പിയേഴ്സിംഗ് ആൻഡ് ഇംപെയിലിംഗ് വെപ്പൺസിലെ രണ്ടാമത്തെ തരം ആയുധങ്ങളാണ് കൊമ്പുകൾ, അതായത് ഹോൺസും ടസ്കുകളും പിന്നെ ആൻലേഴ്സും. മലയാളത്തിൽ ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊമ്പുകൾ എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും ഇത് 3 വ്യത്യസ്തമായ ഘടനകളാണ്. ടസ്കുകൾ യഥാർത്ഥത്തിൽ പല്ലുകളാണ്. ഉദാഹരണത്തിന് ആനക്കൊമ്പുകൾ അവയുടെ ഇൻസിസർ പല്ലുകളാണ്. തലയോട്ടിയിൽ നിന്നും വളർന്നു വരുന്ന ശിഖരം പോലത്തെ എല്ലുകളാണ് ആൻലേഴ്സ്. ഇവ ഓരോ വർഷം ഇളകിപ്പോവുകയും വീണ്ടും മുളയ്ക്കുകയും ചെയ്യും. ഹോൺസ് ആണെങ്കിൽ തലയോട്ടിയിൽ നിന്നും സ്ട്രെയിറ്റ് ആയി വളരുന്നതാണ്. ഇവയ്ക്ക് ശിഖരങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇവ പെർമനന്റുമാണ്. എന്തായാലും പൊതുവെ സസ്യഭുക്കുകൾക്കാണ് കൊമ്പുകൾ ഉള്ളത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി മറ്റു ജീവികളെ കുത്തി ആക്രമിക്കാനും പിന്നെ ശക്തി പ്രകടനത്തിനും വേണ്ടിയാണ് പൊതുവെ കൊമ്പുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനു പുറമെ ഇവയ്ക്ക് മറ്റു ഉപയോഗങ്ങളുമുണ്ട്. ആനകളും വാർഹോഗ്സും ഒക്കെ കൊമ്പുകൾ ഉപയോഗിച്ച് കുഴിക്കും. റെയിൻഡിയേഴ്സ് ആൻലേഴ്സ് ഉപയോഗിച്ച് മഞ്ഞ് മാന്തം. വാൽറസുകൾ ടസ്ക് കൊത്തി വലിഞ്ഞു കയറും. അങ്ങനെ ആയുധങ്ങൾ എന്നതിലുപരി പല ഉപയോഗങ്ങളുമുള്ള ഉപകരണങ്ങളും കൂടെയാണിവ. കൊമ്പുകളുടെ ഇനത്തിൽ പെടുത്താവുന്നതും എന്നാൽ ശരിക്കുമുള്ള കൊമ്പുകളല്ലാത്തതുമായ ചില ഘടനകളുണ്ട്. ഉദാഹരണത്തിന് ജിറാഫിന്റെ തലയിലുള്ള ഓസിക്കോൺസ്. തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ടാണ് ജിറാഫ്സ് ഇത് ഉപയോഗിക്കുന്നത്. റൈനോസറോസിന്റെ കൊമ്പുകളും വ്യത്യസ്തമാണ്. ഈ കൊമ്പുകൾക്ക് എല്ലുകളില്ല. പകരം പൂർണ്ണമായും കെരാറ്റിൻ കൊണ്ട് നിർമ്മിതമായതാണ്. ഈ കൊമ്പുകൾ സ്കിന്നിൽ നിന്നുമാണ് വളർന്നു വരുന്നത്, അല്ലാതെ തലയോട്ടിയുമായി കണക്റ്റഡ് അല്ല. ശരിക്കുമുള്ള കൊമ്പുകളുടെ അത്ര ശക്തമല്ലെങ്കിലും ശത്രുക്കളെ കുത്തി മലർത്താനും കോരിയെറിയാനുമൊക്കെ ഇത് ധാരാളമാണ്. പിന്നെ ഈ കൊമ്പ് മുറിഞ്ഞു പോയാലും വീണ്ടും വളരും. റൈനോ ബീറ്റിൽസിന്റെ കൊമ്പുകളും അപൂർവമാണ്. അവയുടെ എക്സോസ്കെലറ്റിന്റെ ഭാഗമായിട്ടാണ് കൊമ്പ് രൂപം കൊള്ളുന്നത്. ഈ കൊമ്പുകൾക്ക് എല്ലും മസിലും ബ്ലഡും അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല. പൂർണ്ണമായും ഹോളോ ആണ്. അതിനാൽ അത്യധികം ഭാരം കുറഞ്ഞതുമാണ്. എന്നിരുന്നാലും ഈ കൊമ്പുകൾ വളരെ ശക്തമാണ്. മറ്റ് ബീറ്റിൽസിനെയും വലിയ വസ്തുക്കളെയും ഒക്കെ ഈ കൊമ്പുകൾ ഉപയോഗിച്ച് മറിച്ചിടാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ തരം പിയേഴ്സിംഗ് വെപ്പണാണ് സ്റ്റിങ്ങേഴ്സ്. സൂചി പോലെ കൂർത്ത ആയുധങ്ങളാണിവ. ഉദാഹരണത്തിന് സ്റ്റിംഗ് റേസ്. സാധാരണ ഇത്തരം സ്റ്റിങ്ങേഴ്സ് ഒക്കെ വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും അല്ലാതെ ആക്രമിക്കാൻ വേണ്ടിയും സ്റ്റിങ്ങേഴ്സ് ഉപയോഗിക്കും. സ്റ്റിംഗ് റേസിനെ തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. ഇതിന്റെ സ്റ്റിങ്ങറിൽ നിറയെ അരങ്ങളുണ്ട്. സ്റ്റിങ്ങർ വളരെ കൂർത്തതുമാണ്. ഇതിന് എതിരാളിയുടെ ദേഹത്ത് മാരകമായ പരിക്കേൽപ്പിക്കാനാകും. ചില കടന്നലുകൾ മറ്റു പ്രാണികളുടെ ഉള്ളിൽ മുട്ടയിടാൻ വേണ്ടിയും സ്റ്റിങ്ങേഴ്സ് ഉപയോഗിക്കും. ഇവയ്ക്കെല്ലാം പുറമെ നമുക്ക് സുപരിചിതമായ ഒരു വർഗം ജീവിയുണ്ട്. അതാണ് കൊതുക്. ഇവയുടെ സ്റ്റിങ്ങേഴ്സ് ഒരു എഞ്ചിനീയറിംഗ് മാസ്റ്റർ പീസാണ്. ഇവയ്ക്ക് ശരിക്കും 6 സ്റ്റിങ്ങേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചാണ് മറ്റു ജീവികളുടെ തൊലിയിൽ തുളച്ചു കയറ്റുന്നതും ബ്ലഡ് വെസൽ കണ്ടെത്തുന്നതും സലൈവ ഇഞ്ചക്ട് ചെയ്യുന്നതും ഒടുവിൽ ബ്ലഡ് വലിച്ചെടുക്കുന്നതും. അവസാനത്തെ തരം പിയേഴ്സിംഗ് വെപ്പണാണ് ബീക്സ്, അതായത് ചുണ്ടുകൾ. പക്ഷികൾ തന്നെയാണ് ഇതിന്റെ ഉത്തമ ഉദാഹരണം. ഗ്രേറ്റ് ബ്ലൂ ഹെറോൺ എന്നൊരു പക്ഷി അതിന്റെ നീണ്ട ബീക്സ് ഉപയോഗിച്ച് മീനുകളെ കുത്തിയെടുക്കും. മരം കൊത്തി പക്ഷി പേര് പോലെ തന്നെ മരത്തിൽ ചെന്നിരുന്നു കൊത്തും. മരത്തിലുള്ള ചെറിയ പ്രാണികളെ പിടിക്കാനും കൂടുണ്ടാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മരം കൊത്തി മരത്തിൽ ചെന്നിരുന്നു കൊത്തുന്നത്. പക്ഷികൾക്ക് പുറമെ ചില മീൻ വർഗ്ഗങ്ങൾക്കും നീളമുള്ള ചുണ്ടുകളുണ്ട്. ഉദാഹരണത്തിന് സോഫിഷ്. ഇതിന്റെ ചുണ്ടുകളുടെ വശങ്ങളിൽ നിറയെ കൂർത്ത പല്ലുകളുണ്ട്.
ചുണ്ടുകൾ വശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ അതിലുള്ള പല്ലുകൾ ഇരയുടെ ദേഹത്ത് കുത്തിക്കയറി ഇര കൊല്ലപ്പെടും. പെലിക്കൻ സ്പൈഡർ എന്നൊരു ചിലന്തി വർഗത്തിനും നീളമുള്ള ചുണ്ടുകളുണ്ട്. അതുപയോഗിച്ച് സമീപത്ത് വരുന്ന ഇരകളെ അതിവേഗത്തിൽ കുത്തിക്കൊല്ലും. രണ്ടാമത്തെ വിഭാഗം മെക്കാനിക്കൽ വെപ്പൺസ് ആണ് കട്ടിംഗ് ആൻഡ് സ്ലാഷിംഗ് വെപ്പൺസ്, അതായത് വെട്ടാനും മുറിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. ഇതിലും 4 തരമുണ്ട്. ഒന്നാമത്തത് പല്ലുകൾ. ഒട്ടുമിക്ക കാർണിവോറസ് മാമൽസിനും കാർണാസിയൽസ് എന്നൊരു കൂട്ടം പല്ലുകളുണ്ട്. മൂർച്ചയുള്ള കത്തി പോലത്തെ ഈ പല്ലുകൾ കടിക്കുമ്പോൾ കത്രിക പോലെ പ്രവർത്തിക്കും. അങ്ങനെയാണ് ഇവ ഇരയുടെ ഇറച്ചി കടിച്ചു മുറിക്കുന്നത്. നമുക്കും ഇത്തരം പല്ലുകളുണ്ട്. അതാണ് ഇൻസിസേഴ്സ്. ചില ജീവികൾക്കാണെങ്കിൽ സെറേറ്റഡ് പല്ലുകളുണ്ട്, അതായത് അരം കൊണ്ട് നിറഞ്ഞ പല്ലുകൾ. പിരാനാസ്, കൊമോഡോ ഡ്രാഗൺസ്, ബുൾ ഷാർക്സ് എന്നിവയാണ് ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങൾ. എന്നിരുന്നാലും ഏറ്റവും ശക്തമായ സെറേറ്റഡ് പല്ലുകളുള്ളത് ഗ്രേറ്റ് വൈറ്റ് സ്രാവുകൾക്കാണ്. ഇരയെ കടിച്ചു പിടിച്ച് ശക്തമായി കുടയുമ്പോൾ പല്ലുകളിലുള്ള അരം ഏതാണ്ട് ചെയിൻസോ പോലെ പ്രവർത്തിക്കും. അതിനാൽ നിസ്സാരമായിട്ട് ഇരകളെ കടിച്ചു കീറി മുറിക്കാനാകും. രണ്ടാമത്തെ തരം കട്ടിംഗ് ആൻഡ് സ്ലാഷിംഗ് വെപ്പൺസ് ആണ് ക്ലോസ്, അതായത് വലിയ കൂർത്ത് വളഞ്ഞ നഖങ്ങൾ. ഒട്ടുമിക്ക മാമൽസിനും പക്ഷികൾക്കും റെപ്റ്റൈൽസിനും ക്ലോസ് ഉണ്ട്. വലിയ പൂച്ചവർഗ്ഗങ്ങൾ, കരടികൾ, പരുന്തുകൾ, മുതലകൾ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങൾ. വേട്ടയാടാനും ഡിഫൻസിനും മരം കയറാനും കുഴി തോണ്ടാനും എന്തെങ്കിലും മുറുകെ പിടിക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും ക്ലോസ് ഉപയോഗപ്രദമാണ്. ജയന്റ് ആർമാഡില്ലോയ്ക്കാണ് ഏറ്റവും വലിയ ക്ലോസ് ഉള്ളത്. 22 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുള്ള ഈ ക്ലോസ് ഉപയോഗിച്ച് ഏതാണ്ട് കോൺക്രീറ്റ് പോലെ കഠിനമായ ചിതൽ കൂടുകളെ പോലും തകർക്കാൻ പറ്റും. എന്നിരുന്നാലും കരടികൾക്കാണ് ഏറ്റവും ശക്തമായ ക്ലോസ് ഉള്ളത്. ബ്രൗൺ കരടിയുടെ ക്ലോസിന് 15 സെന്റിമീറ്ററിൽ കൂടുതൽ നീളം വയ്ക്കാനാകും. ഈ ക്ലോസിന് പിന്നിൽ ശക്തമായ വലിയ മസിൽസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ക്ലോസിന് ഒറ്റയടിയിൽ ഒരു ഭീമൻ ജീവിയുടെ എല്ലുകൾ വരെ ഓടിക്കാൻ കഴിയും. വാഹനങ്ങളുടെ വാതിലുകൾ വരെ ഈ ക്ലോസ് കൊണ്ട് വലിച്ചു കീറാനാകും. പൂച്ചകളുടെ ക്ലോസിന് ഒരു പ്രത്യേകതയുണ്ട്. അവയ്ക്ക് അസാസിൻസ് ക്രീഡിലെ ബ്ലേഡ് പോലെ ഉള്ളിലേക്ക് പോകാൻ കഴിയും. ഈ ക്ലോസിന് ഭയങ്കര മൂർച്ചയും ഉണ്ടായിരിക്കും. എന്നാൽ മൂർച്ചയുടെ ചാമ്പ്യൻസ് പക്ഷികളുടെ ക്ലോസ് ആണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഹാർപ്പി ഈഗിളിന്റെ ക്ലോസ് ആണ്. ഇതിന് സാധാരണ 12 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുണ്ടായിരിക്കും, അതായത് ഗ്രിസിലി കരടികളുടേതിനേക്കാൾ വലുത്. മറ്റൊരു കാര്യം, പക്ഷികൾ അവയുടെ ക്ലോസ് പൊതുവെ പിയേഴ്സിംഗ് വെപ്പണായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ക്ലോസ് ഉപയോഗിച്ച് ഇരയെ ശക്തമായി മുറുകെ പിടിക്കും. അപ്പോൾ ഈ നഖങ്ങൾ കത്തി പോലെ ഇരയുടെ ഉള്ളിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇരയ്ക്ക് മാരകമായ മുറിവുകൾ പറ്റും. മൂന്നാമത്തെ തരം കട്ടിംഗ് ആൻഡ് സ്ലാഷിംഗ് വെപ്പൺസ് ആണ് ഷീറിംഗ് മാൻഡിബിൾസ്. ബേസിക്കലി വായുടെ ചലിക്കുന്ന ഭാഗമാണ് മാൻഡിബിൾ. ഏകദേശം എല്ലാ ജീവികൾക്കും മാൻഡിബിൾസ് ഉണ്ട്. മനുഷ്യന്റെ കീഴിലത്തെ താടിയെല്ലാണ് മാൻഡിബിൾ. വലിയ ജീവികൾക്കെല്ലാം ഇതുപോലെ ഒരൊറ്റ മാൻഡിബിൾ മാത്രമേ ഉണ്ടായിരിക്കൂ. എന്നാൽ ആർത്രോപോഡ് ജീവികൾക്ക് 2 മാൻഡിബിൾസ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് ഷീറിംഗ് മാൻഡിബിൾ എന്ന് പറയുന്നത്. ചെലിസെറേറ്റ്സ് എന്നൊരു വിഭാഗത്തിലെ ജീവികൾക്കൊഴികെ, അതായത് ചിലന്തികളും സ്കോർപിയോൺസും ഒഴികെ ബാക്കി ഏകദേശം എല്ലാ ആർത്രോപോഡ് വർഗ്ഗങ്ങൾക്കും ഷീറിംഗ് മാൻഡിബിൾസ് ഉണ്ട്. സാധാരണ ജീവികളുടെ താടിയെല്ല് മുകളിലോട്ടും താഴോട്ടുമാണ് ചലിക്കുന്നത്. എന്നാൽ ഷീറിംഗ് മാൻഡിബിൾസ് എല്ലാം പൊതുവെ വശങ്ങളിലേക്ക് ചലിക്കുന്നവയാണ്. കടിക്കാനും മുറിക്കാനും എന്തെങ്കിലും ചുമന്നുകൊണ്ട് പോകാനും വേണ്ടിയാണ് പൊതുവെ ഷീറിംഗ് മാൻഡിബിൾസ് ഉപയോഗിക്കുന്നത്. ഉറുമ്പുകൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം, പ്രത്യേകിച്ച് ലീഫ് കട്ടർ ഉറുമ്പ്. ഇതിന്റെ മാൻഡിബിൾസ് കൊണ്ടുള്ള ഒരു കടിക്ക് സ്വന്തം ശരീരഭാരത്തിന്റെ 2600 മടങ്ങ് ശക്തി ഉണ്ടായിരിക്കും. താരതമ്യേന പറഞ്ഞാൽ ഇത്രയും ശക്തി നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ മിലിറ്ററി ടാങ്കിനെ ബിസ്ക്കറ്റ് കടിക്കുന്നത് പോലെ നമുക്ക് കടിച്ചു പൊട്ടിക്കാമായിരുന്നു. മറ്റൊരു കാര്യം, ലീഫ് കട്ടർ ആൻഡിന്റെ മാൻഡിബിൾസിനാണെങ്കിൽ 1 സെക്കൻഡിൽ 1000 തവണ വൈബ്രേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ വൈബ്രേറ്റ് ആകുമ്പോൾ ഇതൊരു ചെയിൻസോ പോലെ പ്രവർത്തിക്കും. അതിനാൽ വളരെ എളുപ്പത്തിൽ ഇവയ്ക്ക് ഇലകളൊക്കെ കടിച്ചു മുറിക്കാനാകും. എന്നിരുന്നാലും ഷീറിംഗ് മാൻഡിബിൾസിലെ ചാമ്പ്യൻ ടൈറ്റൻ ബീറ്റിൽസ് ആണ്. ഇതിന്റെ മാൻഡിബിൾസിന് ഒരു പെൻസിലിനെ ഒറ്റക്കടിയിൽ 2 കഷ്ണങ്ങളാക്കാനുള്ള ശക്തിയുണ്ട്. അവസാനത്തെ തരം കട്ടിംഗ് ആൻഡ് സ്ലാഷിംഗ് വെപ്പണാണ് ബീക്സ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ജീവി വർഗ്ഗങ്ങൾക്ക് ബീക്സ് ഉണ്ട്. പിയേഴ്സിംഗ് രീതിയിൽ ഉപയോഗിക്കുന്നതിന് പുറമെ ഈ ചുണ്ടുകൾ കട്ടിംഗ് ആൻഡ് സ്ലാഷിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കും. ഉദാഹരണത്തിന് റാപ്റ്റർ പക്ഷികൾ ഇരയുടെ ദേഹത്ത് നിന്നും ഇറച്ചി വലിച്ചു കീറുന്നത് ബീക്സ് കൊണ്ടാണ്. മറ്റ് പക്ഷികൾ കായകളൊക്കെ കടിച്ചുടയ്ക്കുന്നതും ആഹാരം കൊത്തിവലിക്കുന്നതുമെല്ലാം അവയുടെ ബീക്സ് ഉപയോഗിച്ചാണ്. കണവ വർഗ്ഗങ്ങൾക്കും ബീക്സ് ഉണ്ട്. ആഹാരം കടിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് ഈ ബീക്സ് ഉപയോഗിക്കുന്നത്. സോട്ട് ഫിഷ് പോലത്തെ ചില മീൻ വർഗ്ഗങ്ങളും അവയുടെ ബീക്സ് ഉപയോഗിച്ച് മറ്റ് ജീവികളെ വെട്ടി ആക്രമിക്കാറുണ്ട്. മൂന്നാമത്തെ വിഭാഗം മെക്കാനിക്കൽ വെപ്പൺസ് ആണ് ക്രഷിംഗ് ആൻഡ് ക്ലാമ്പിംഗ് വെപ്പൺസ്, അതായത് ഞെരിക്കാനും ഇറുക്കി പിടിക്കാനും ഉപയോഗിക്കുന്നവ. ഇതിൽ പ്രധാനമായും 2 തരം ആയുധങ്ങളുണ്ട്. ഒന്നാമത്തത് ജോസ് അഥവാ താടിയെല്ലുകൾ. വലിയ മസിൽസ് ഉപയോഗിച്ച് വൻതോതിൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് താടിയെല്ലിന്റെ കഴിവ്. ഈ സമ്മർദ്ദം കാരണം ചില ജീവികൾക്ക് ഇരയുടെ എല്ലുകൾ വരെ കടിച്ചുടയ്ക്കാൻ പറ്റും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുതലകൾ. കടിശക്തിയുടെ ചാമ്പ്യൻസ് ആണ് ക്രോക്കോഡൈൽസ്.
കടിശക്തിക്ക് പുറമെ ഇരകളെ വിടാതെ കടിച്ചു പിടിക്കാനും താടിയെല്ലാണ് പ്രധാനമായും സഹായിക്കുന്നത്. രണ്ടാമത്തെ തരം ആയുധങ്ങളാണ് ക്ലോസ്. വെട്ടാനും കുത്താനും ഉപയോഗിക്കുന്നതിന് പുറമെ മുറുകെ പിടിക്കാനും ഞെരിച്ചുടയ്ക്കാനും ക്ലോസ് ഉപയോഗിക്കും. സ്റ്റോൺ ക്രാബ് എന്നൊരു തരം ഞണ്ടിന്റെ ക്ലോസിനാണ് ഏറ്റവും കൂടുതൽ ക്രഷിംഗ് ശക്തിയുള്ളത്. ഈ ക്ലോസിന് 19,000 PSI സമ്മർദ്ദം വരെ ചെലുത്താൻ കഴിയും. അത്യധികം കട്ടി കൂടിയ ഒച്ചിന്റെയും ചിപ്പിയുടെയും ഒക്കെ തോടുകൾ പുഷ്പം പോലെയാണ് ഈ ഞണ്ടുകൾ ഉടച്ചു കളയുന്നത്. ചില പക്ഷികൾ ചെറിയ ജീവികളെ പിടിച്ച ശേഷം ക്ലോസ് കൊണ്ട് ഞെരിച്ചമർത്തി കൊല്ലാറുണ്ട്. അതുപോലെ മരത്തിൽ പിടിച്ചിരിക്കാനും ക്ലോസ് ആണ് ഉപയോഗിക്കുന്നത്. ചവയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല്ലുകളെയും നമുക്ക് ഈ വിഭാഗത്തിൽ തന്നെ പെടുത്താം. അവസാനത്തെ തരം മെക്കാനിക്കൽ വെപ്പൺസ് ആണ് ബ്ലണ്ട് ഫോഴ്സ് വെപ്പൺസ്. മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുന്നതിന് പകരം സ്വന്തം ശരീരത്തിന്റെ ഭാരവും വേഗതയും ഉപയോഗിച്ച് ഇടിച്ച് തകർക്കുന്നതിനെയാണ് ബ്ലണ്ട് ഫോഴ്സ് വെപ്പൺസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ 4 തരമുണ്ട്. ഒന്നാമത്തത് കിക്കിംഗ്, അതായത് കാലുകൊണ്ട് തൊഴിക്കുന്നത്. ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽസിലൊന്നാണ് കാലുകളിലെ പേശികൾ. അതിനാൽ ഒരുപാട് ജീവികൾക്ക് ശക്തമായി തൊഴിക്കാനുള്ള കഴിവുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് സീബ്ര. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ചവിട്ടാൻ കഴിയുന്നത് സീബ്രകൾക്കാണ്. ഇതിന്റെ ചവിട്ടിന് 15,000 ന്യൂട്ടൺസിന് മുകളിൽ ശക്തി ചെലുത്താൻ സാധിക്കും. അതിനാൽ ഒറ്റ തൊഴിയിൽ സിംഹങ്ങളുടെ തലയോട്ടി വരെ പിളർന്നു പോകും. പക്ഷികളാണെങ്കിൽ പിടിക്കുന്ന ഇരയെ ചിലപ്പോൾ ചവിട്ടി മെതിച്ച് കൊല്ലാറുണ്ട്. മനുഷ്യരും കിക്കിങ്ങിന്റെ കാര്യത്തിൽ മോശമല്ല. ഹൈലി ട്രെയിൻഡ് ആയ ഒരാളുടെ കിക്കിന് 9,000 ന്യൂട്ടൺസിന് മുകളിൽ ശക്തിയുണ്ടായിരിക്കും. പക്ഷെ ഇത് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ളവരുടെ കാര്യമാണ്. സാധാരണ ഒരാളുടെ തൊഴിക്ക് ഇതിന്റെ പകുതിയുടെ പകുതി ശക്തി പോലും ഉണ്ടായിരിക്കില്ല. മറ്റൊരു കാര്യം, ആനയ്ക്ക് മറ്റ് ജീവികളെ പോലെ വേഗത്തിൽ ചവിട്ടാൻ സാധിക്കില്ല. അതിനാൽ അവയുടെ സാധാരണ തൊഴി അത്രത്തോളം ശക്തമായിരിക്കില്ല. പക്ഷെ അതിന് പകരം ആനയ്ക്ക് സ്റ്റോംപ് ചെയ്യാൻ സാധിക്കും. അതായത് അതിന്റെ മൊത്തം ഭാരവും ഉപയോഗിച്ച് കാൽപാദത്തിനടിയിലുള്ള വസ്തുക്കളെ ചവിട്ടി ഞെരിക്കാനാകും. ഒരു തരത്തിൽ ഇതും കിക്കിംഗ് ആയിട്ട് തന്നെ നമുക്ക് തൽക്കാലം പരിഗണിക്കാം. അങ്ങനെ പരിഗണിച്ചാൽ ഇവ തന്നെയാണ് കിക്കിങ്ങിന്റെ ചാമ്പ്യൻ. കാരണം ഇതിന്റെ സ്റ്റോംപിങ്ങിന് 60,000 ന്യൂട്ടൺസിൽ കൂടുതൽ ശക്തിയുണ്ടായിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഇവ സെൽഫ് ഡിഫൻസിന് വേണ്ടി മുതലകളെയും ലെപ്പേർഡ്സിനെയും ഒക്കെ ഒറ്റ ചവിട്ടിന് ചമ്മന്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ശരീര വലിപ്പം വെച്ച് നോക്കുമ്പോൾ ശരിക്കും മാൻഡിസ് ചെമ്പീനാണ് യഥാർത്ഥ ചാമ്പ്യൻ എന്ന് പറയേണ്ടി വരും. കാരണം ഇതിന് മുന്നിൽ മടക്കി വെച്ചിരിക്കുന്ന 2 കാലുകളുണ്ട്. ഈ കാലുകൾ ഉപയോഗിച്ച് ഏതാണ്ട് 23 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ തൊഴിക്കാനാകും. എന്നുവെച്ചാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന്റെ 50 മടങ്ങ് വേഗത്തിൽ. ഈ തൊഴിക്ക് ഏതാണ്ട് 1500 ന്യൂട്ടൺസ് ശക്തിയുണ്ടായിരിക്കും. ഞണ്ടുകളാണ് ഇവയുടെ പ്രധാന ഇരകൾ. 30 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം താങ്ങാൻ കഴിയുന്ന ഞണ്ടുകളുടെ പുറം തോടിനെ പോലും ഈ തൊഴിക്ക് നിസ്സാരമായിട്ട് തകർക്കാനാകും. ഇത്രയും വേഗത്തിൽ തൊഴിക്കുന്നത് കാരണം കാലുകൾ ചെന്ന് പതിക്കുന്നിടത്ത് 4700 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉണ്ടാകും. അതായത് ഏതാണ്ട് സൂര്യന്റെ ഉപരിതലത്തിന് സമാനമായ താപനില. 1500 ന്യൂട്ടൺസ് എന്നത് അത്ര വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഓർക്കുക, ഇതിന് ശരാശരി വെറും 10 സെന്റിമീറ്റർ വലിപ്പമേ ഉള്ളൂ. ഇതിനൊരാനയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ തൊഴിക്ക് പല കോടി ന്യൂട്ടൺസ് ശക്തി ഉണ്ടായിരുന്നേനെ. അതായത് ഒരു ബോംബ് പൊട്ടുന്നതിന് തുല്യം. രണ്ടാമത്തെ തരം ബ്ലണ്ട് ഫോഴ്സ് വെപ്പണാണ് ടെയിൽസ്, അതായത് വാല് കൊണ്ട് അടിക്കുന്നത്. ത്രഷർ ഷാർക്സും ബ്ലൂ വെയിൽസുമാണ് ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങൾ. ത്രഷർ സ്രാവുകൾ അവയുടെ നീളം കൂടിയ വാലിനെ ഏതാണ്ട് ചാട്ടവാർ പോലെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വാലുകൊണ്ട് അടിച്ചാണ് ഇവ ചെറിയ മീനുകളെയൊക്കെ വേട്ടയാടുന്നത്. ബ്ലൂ വെയിൽസ് ആണെങ്കിൽ ആക്രമിക്കാൻ വരുന്ന പ്രഡറ്റേഴ്സിൽ നിന്നും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൽ ഉപയോഗിക്കുന്നത്. 25 അടിയോളം നീളമുള്ള ഈ ഭീമൻ വാലുകൊണ്ട് കൃത്യമായിട്ട് ഒരു അടി കിട്ടിയാൽ പ്രഡറ്റേഴ്സ് ഒക്കെ അവിടെ തന്നെ ബോധം കെട്ട് വീഴും. അത്രയും ശക്തമാണ് ബ്ലൂ വെയിൽസിന്റെ വാലുകൊണ്ടുള്ള അടി. മൂന്നാമത്തെ തരം ബ്ലണ്ട് ഫോഴ്സ് വെപ്പൺ ഹെഡ് ബട്ടിംഗ് ആണ്, അതായത് തല കൊണ്ട് ഇടിക്കുന്നത്. മനുഷ്യനും ഇത് ചെയ്യാൻ സാധിക്കും. ബ്ലണ്ട് ഫോഴ്സ് വെപ്പൺസിൽ ഏറ്റവും പവർഫുൾ ആയ ഒരു വെപ്പൺ ഇതാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കോമ്പാറ്റ് സ്പോർട്സിലെല്ലാം തന്നെ ഹെഡ് ബട്ടിംഗ് ബാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മറ്റ് ജീവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഹെഡ് ബട്ടിംഗ് നിസ്സാരമാണ്. അതിനൊരുത്തമ ഉദാഹരണമാണ് മസ്കോക്സ്. ഇതിന്റെ തല ഇടിക്കാൻ വേണ്ടി പ്രത്യേകം സവിശേഷതകളോടുകൂടി പരിണമിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ ഇടിക്ക് 25,000 ന്യൂട്ടൺസിൽ കൂടുതൽ ശക്തിയുണ്ടായിരിക്കും. അതായത് ഒരു കാർ 30 കിലോമീറ്റർ വേഗത്തിൽ വന്നിടിക്കുന്നതിന് തുല്യം. ഇവയുടെ തലയോട്ടിയിൽ നിറയെ എയർ പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവ തല കൊണ്ട് ഇടിക്കുമ്പോൾ തലയോട്ടി ശകലം കംപ്രസ് ആവുകയും ഊർജം വലിച്ചെടുക്കുകയും ചെയ്യും. അതായത് ഏതാണ്ട് ഷോക്ക് അബ്സോർബർ പോലെ. അതുകൊണ്ടാണ് ഇത്രയും ശക്തിയോടെ ഇടിച്ചിട്ടും ഇവയുടെ തലയ്ക്ക് പെട്ടെന്ന് പരിക്ക് പറ്റാത്തത്. പക്ഷേ ഹെഡ് ബട്ടിങ്ങിന്റെ ചാമ്പ്യൻ സ്പേം വെയിൽസ് ആണ്. ഇതിന് വളരെ വേഗത്തിൽ നീന്തി വന്ന് തല കൊണ്ടിടിക്കാനാകും. ഇതിന്റെ ഹെഡ് ബട്ടിങ്ങിന് 7.5 ലക്ഷം ന്യൂട്ടൺസിൽ കൂടുതൽ ശക്തിയുണ്ടായിരിക്കും. വലിയ ഭീമാകാരമായ കപ്പലുകളെ പോലും സ്പേം തിമിംഗലങ്ങൾ ഇടിച്ച് മറിച്ചിട്ടിട്ടുണ്ട്. നാലാമത്തെ തരം ബ്ലണ്ട് ഫോഴ്സ് വെപ്പൺസ് ആണ് പഞ്ചസ്, അതായത് കൈകൊണ്ടിടിക്കുന്നത്. ഒക്ടോപസ്, ഹേഴ്സ്, പ്രൈമേറ്റ്സ് എന്നീ ജീവികൾക്ക് മാത്രമേ പഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
സിൽവർ ബാക്ക് ഗൊറില്ലയാണ് പഞ്ചിങ്ങിന്റെ ചാമ്പ്യൻ. ഇതിന്റെ ഒരിടിക്ക് മനുഷ്യന്റെ തലയോട്ടിയെ പുട്ടുപോലെ പൊടിച്ചു കളയാൻ പറ്റും. രണ്ടാമത്തെ വിഭാഗം ആയുധങ്ങളാണ് കെമിക്കൽ വെപ്പൺസ്. ഇതിനെ വീണ്ടും 3 ഉപവിഭാഗങ്ങളായി തിരിക്കാം. ഒന്നാമത്തത് ഇൻജക്റ്റഡ് ടോക്സിൻസ്, അതായത് വിഷം ഉള്ളിൽ കുത്തിയിറക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ പാമ്പുകളെ ആയിരിക്കും നമ്മൾ ആദ്യം ഓർക്കുന്നത്. പക്ഷേ സസ്തനികൾ, ഉരകജീവികൾ, പ്രാണിവർഗ്ഗങ്ങൾ, സമുദ്രജീവികൾ, പക്ഷികൾ, ഉഭയജീവികൾ, അങ്ങനെ ഏകദേശം എല്ലാ വർഗം ജീവികളിലും വിഷം കുത്തിവയ്ക്കുന്നവയുണ്ട്. പ്രധാനമായും ഇര പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഈ വിഷം ഉപയോഗിക്കുന്നത്. ഇത്തരം വിഷമെല്ലാം പൊതുവെ വളരെ ശക്തിയേറിയതായിരിക്കും. വിഷം ഉള്ളിൽ ചെന്നാൽ വളരെ വേഗം തന്നെ ഇര ബോധം കെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന തരത്തിൽ ശക്തമായത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരയുമായുള്ള മൽപ്പിടുത്തം പൂർണ്ണമായും ഒഴിവാക്കാനാകും. അങ്ങനെ അധികം റിസ്ക് ഇല്ലാതെ വേട്ടയാടാം. എന്നാൽ സെൽഫ് ഡിഫൻസിന് വേണ്ടിയും ചില ജീവികൾ വിഷം കുത്താറുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് തേനീച്ചകൾ. ഇത്തരം വിഷം സാധാരണഗതിയിൽ അത്ര പവർഫുൾ ആയിരിക്കില്ല. പകരം തീവ്രമായ വേദന ഉളവാക്കുന്നവയായിരിക്കും. കോൺസ്നെയിൽസ് പോലെയുള്ള ചില ജീവികൾക്കാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വ്യത്യസ്തമായ വിഷം കുത്താനാകും. മീൻ പിടിക്കാൻ വേണ്ടി കോൺസ്നെയിൽസ് ഒരു തരം വിഷം കുത്തും. എന്നാൽ പ്രഡറ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റൊരു തരം വിഷം കുത്തും. വൈപ്പേഴ്സ് പോലെയുള്ള ചില ജീവികളുടെ വിഷത്തിന് ഇരയെ കൊല്ലുന്നതിന് പുറമെ ഇരയുടെ ശരീരത്തിന്റെ ഉൾഭാഗം ദഹിപ്പിക്കാനുമാകും. അതിനുശേഷമായിരിക്കും ഇരയെ വിഴുങ്ങുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ദഹനം കൂടുതൽ വേഗത്തിൽ നടക്കും. രണ്ടാമത്തെ തരം കെമിക്കൽ വെപ്പൺസ് ആണ് കോണ്ടാക്ട് ടോക്സിൻസ്. അതായത് ഇത്തരം ജീവികളെ തൊട്ടാൽ തന്നെ വിഷം ബാധിക്കും. അല്ലാതെ വിഷം കുത്തിവെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ചില ജീവികൾക്ക് അവയുടെ തൊലിയിലായിരിക്കും ടോക്സിൻസ് ഉള്ളത്. ഇത്തരം ടോക്സിൻസ് ഏകദേശം പൂർണ്ണമായും സെൽഫ് ഡിഫൻസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ വർഗത്തിലെ രാജാവ് സൗത്ത് അമേരിക്കയിലെ ചോക്കോ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഗോൾഡൻ പോയിസൺ ഫ്രോഗ് ആണ്. ഒരൊറ്റ തവളയ്ക്ക് 20ഓളം മനുഷ്യരെ കൊല്ലാനുള്ള വിഷമുണ്ട്. ഇതിനെ വെറുതെ ഒന്ന് തൊട്ടാൽ തന്നെ അതിന്റെ വിഷം സ്കിന്നിലൂടെ ഉള്ളിൽ കയറും. അങ്ങനെ ഹാർട്ട് ഫെയിലിയറായി മരണം സംഭവിക്കും. പക്ഷെ എല്ലാ ടോക്സിൻസും മാരകമായിരിക്കില്ല. ചിലത് മാരക വേദന ഉളവാക്കുന്നതായിരിക്കും, ചിലത് ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കുന്നതായിരിക്കും, ചിലതാണെങ്കിൽ ഹാലൂസിനേഷൻസും ഉണ്ടാക്കും. അങ്ങനെ പല രീതിയിലും ഈ ടോക്സിൻസ് പ്രവർത്തിക്കും. ചില ജീവികൾക്കാണെങ്കിൽ അവയുടെ രോമങ്ങളിലോ അല്ലെങ്കിൽ തൊലിക്ക് പുറത്തുള്ള മുള്ളു പോലത്തെ ഘടനകളിലോ ആയിരിക്കും ടോക്സിൻസ് ഉള്ളത്. ഈ രോമങ്ങളും മുള്ളുകളും ഒക്കെ സാധാരണഗതിയിൽ തൊട്ടാലുടൻ വേർപെടുന്നവയായിരിക്കും. മുള്ളുകളാണെങ്കിൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങുന്നതിനാൽ വിഷം കൂടുതൽ ബാധിക്കപ്പെടും. ഈ ഇനത്തിൽ ഏറ്റവും ഭീകരം ലൊണോമിയ കാറ്റർപില്ലർ ആണ്. ഇതിന്റെ പുറത്തുള്ള മുള്ളുകളിലുള്ള വിഷത്തിന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാക്കാനാകും. അങ്ങനെ മനുഷ്യരെ പോലും കൊല്ലാൻ കഴിയും. സമുദ്രത്തിലാണെങ്കിൽ പതിയെ ചലിക്കുന്ന ജീവികളിലും ചലിക്കാതെ നിലനിൽക്കുന്നവയിലുമാണ് പൊതുവെ ഇത്തരം ടോക്സിൻസ് കാണപ്പെടുന്നത്. സമുദ്രത്തിൽ പാലിത്തോവ കോറലാണ് ടോക്സിൻ രാജാവ്. ഈ കോറൽസിലുള്ള വിഷം ചില സാഹചര്യങ്ങളിൽ ഉയർന്ന് വായുവിലെത്തും. ഈ വായു ശ്വസിച്ചാൽ പോലും നമുക്ക് വിഷബാധ കിട്ടും. മൂന്നാമത്തെ തരം കെമിക്കൽ വെപ്പൺസ് ആണ് സ്പ്രേസ്. പേര് പോലെ തന്നെ ഇത്തരം ജീവികൾ ടോക്സിൻസ് സ്പ്രേ ചെയ്യുന്നവയാണ്. ചില ജീവികൾ ആസിഡ് പോലെയുള്ള എന്തെങ്കിലും മാരകമായ കെമിക്കലായിരിക്കും സ്പ്രേ ചെയ്യുന്നത്. ബൊംബാർഡിയർ ബീറ്റിലാണ് ഈ കൂട്ടത്തിലെ കേമൻ. ഇത് പുറത്തുവിടുന്ന കെമിക്കൽസിന് 100 ഡിഗ്രി സെൽഷ്യസോളം താപനിലയുണ്ടായിരിക്കും. ആക്രമിക്കാൻ വരുന്ന പ്രഡറ്ററിന്റെ ദേഹത്ത് ഈ കെമിക്കൽ സ്പ്രേ ചെയ്യുമ്പോൾ പ്രഡറ്ററിന്റെ ദേഹം മുഴുവൻ വെന്തുപോകും. ചില ജീവികൾ സ്പ്രേ ചെയ്യുന്നത് ദുർഗന്ധമുള്ള കെമിക്കൽസ് ആയിരിക്കും. ഇത് പ്രഡറ്റേഴ്സിനെ വിഷം പോലെ ബാധിക്കില്ല. പകരം സ്മെല്ല് കാരണം പ്രഡറ്റേഴ്സ് തിരിച്ചു പോകും. ഈ കെമിക്കൽസിന് വളരെ മോശപ്പെട്ട ടേസ്റ്റും ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രഡറ്റേഴ്സ് ഇവയെ ആക്രമിക്കാൻ മടിക്കും. സ്കങ്ക് എന്നൊരു തരം മാമൽസ് ആണ് ഇതിന്റെ ഉസ്താദ്. ഇവയുടെ സ്പ്രേയുടെ ദുർഗന്ധം പല കിലോമീറ്ററുകൾക്കകലെ വരെ എത്താറുണ്ട്. മാത്രമല്ല ഈ കെമിക്കൽസ് തീവ്രമായ ഛർദിയും ചിലപ്പോൾ താൽക്കാലികമായ അന്ധതയും വരെ ഉണ്ടാക്കും. അത്രയും പവർഫുള്ളാണിത്. കെമിക്കൽ സ്പ്രേയുടെ ഒരു വിചിത്രമായ ഉദാഹരണമാണ് ടെക്സാസ് ഹോൺഡ് ലിസാർഡ്. പ്രഡറ്റേഴ്സ് ആക്രമിക്കാൻ വരുമ്പോൾ ഈ ലിസാർഡ് തലയിലെ ബ്ലഡ് പ്രഷർ കൂട്ടുകയും കണ്ണുകളുടെ കാപ്പില്ലാറീസ് പൊട്ടിക്കുകയും ചെയ്യും. അപ്പോൾ കണ്ണുകളിൽ നിന്നും രക്തം ചീറ്റും. 5 അടി ദൂരം വരെ ഇത് തെറിക്കും. ഈ ബ്ലഡിനൊരു വിചിത്രമായ സ്മെല്ലും ടേസ്റ്റുമാണ്. അതിനാൽ പ്രഡറ്റേഴ്സ് ഇവയെ പേടിച്ച് തിരിച്ചുപോകും. മൂന്നാമത്തെ വിഭാഗം ആയുധങ്ങളാണ് ഇലക്ട്രിക്കൽ വെപ്പൺസ്. അതായത് സ്വന്തം ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അതുപയോഗിച്ച് മറ്റ് ജീവികളെ ഷോക്ക് അടിപ്പിക്കാനും കഴിയുന്നവ. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇലക്ട്രിക് ഈൽസിനെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കാൻ കഴിയുന്ന ജീവികളിലെ രാജാക്കന്മാരാണ് ഇലക്ട്രിക് ഈൽസ്. ഇതിന് 860 വോൾട്സ് വരെ ഷോക്ക് നൽകാൻ കഴിയും. അതായത് നമ്മുടെ വീട്ടിലെ പ്ലഗ് പോയിന്റ്സിന്റെ ഏതാണ്ട് 4 മടങ്ങ് ശക്തി. ഇത്രയും പവർഫുള്ളായ ഷോക്ക് അടിപ്പിച്ച് മുതലകളെയും കുതിരകളെയും വരെ ബോധം കെടുത്താൻ സാധിക്കും. ഇലക്ട്രിക് റൈസ്, ഇലക്ട്രിക് കാറ്റ്ഫിഷ്, സ്റ്റാർ ഗേസർ ഫിഷ് എന്നീ ജീവികൾക്കും ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കാനുള്ള കഴിവുണ്ട്. വേറെയും ചില ജീവികൾ ആക്രമിക്കുന്നതിന് പകരം നാവിഗേഷനും കമ്മ്യൂണിക്കേഷനും വേണ്ടി മാത്രം വൈദ്യുതി ഉപയോഗിക്കാറുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് എലിഫന്റ് നോസ് ഫിഷ്.
ഇത് സ്വന്തം ശരീരത്തിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ഏതെങ്കിലും ജീവികൾ ഇതിന്റെ അടുത്ത് വരുമ്പോൾ ഈ ഫീൽഡിൽ അതിനനുസരിച്ചുള്ള മാറ്റമുണ്ടാകും. അപ്പോൾ അത് എലഫന്റ് നോസ് ഫിഷിന് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും. നാലാമത്തെ വിഭാഗം ആയുധങ്ങളാണ് ഡിഫൻസ് വെപ്പൺസ്, അതായത് ആക്രമിക്കുന്നതിന് പകരം പ്രതിരോധത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. ഇതിൽ 4 തരമുണ്ട്. ഒന്നാമത്തത് ആർമർ. ശരീരത്തിൽ എന്തെങ്കിലും വിധത്തിൽ കട്ടികൂടിയ കവചമുള്ള ജീവികളാണിവ. സസ്തനികൾ, ഉരകജീവികൾ, മീൻ വർഗ്ഗങ്ങൾ, ആർത്രോപോഡ് വർഗ്ഗങ്ങൾ, മൊളസ്കുകൾ, അങ്ങനെ ആർമറുള്ള നിരവധി ജീവി വർഗ്ഗങ്ങളുണ്ട്. പല രീതിയിലാണ് ആർമർ ഉണ്ടാകുന്നത്. ചില ജീവികളുടെ ആർമർ പൂർണ്ണമായും എല്ലുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. കൊമോഡോ ഡ്രാഗണും ജില മോൺസ്റ്ററുമാണ് ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങൾ. എല്ലുകൊണ്ട് നിർമ്മിതമാണെന്ന് വെച്ചാൽ എല്ലുകളിൽ നിന്നും വളരുന്നതാണെന്ന് കരുതരുത്. ഇത് ശരിക്കും സ്കിന്നിൽ നിന്നുമാണ് വളരുന്നത്. ഈ പറഞ്ഞ 2 ജീവികളുടെ മാത്രമല്ല, എല്ലാ ജീവികളുടെ ആർമറും സ്കിന്നിൽ നിന്നോ അല്ലെങ്കിൽ സ്കിന്നിന് മുകളിൽ നിന്നോ ആണ് രൂപം കൊള്ളുന്നത്. ചില ജീവികളുടെ ആർമർ കെരാറ്റിൻ കൊണ്ട് നിർമ്മിതമായതാണ്. ഇത്തരം ആർമേഴ്സ് എല്ലാം പൊതുവെ സ്കിന്നിന് മുകളിലാണ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് സാധാരണ സ്കെയിൽസ് എന്ന് പറയുന്നത്. റെപ്റ്റൈൽസിനുള്ള ആർമേഴ്സ് മിക്കതും സ്കെയിൽസ് ആയിരിക്കും. സ്കെയിൽസ് പൊതുവെ ഓവർലാപ്പിംഗ് ചെയ്യുന്നവയാണ്. അതായത് ഒരു പാളിക്ക് മുകളിലൂടെ മറ്റൊരു പാളി വളരും. പക്ഷേ ബാക്കി ആർമേഴ്സ് ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല. പാമ്പുകളും മറ്റ് ലിസാർഡ്സും ഒക്കെയാണ് സ്കെയിൽസിന്റെ പ്രധാന ഉദാഹരണങ്ങൾ. ചില ജീവികളുടെ ആർമറിൽ എല്ലും കെരാറ്റിനും ഉണ്ടായിരിക്കും. ഇത്തരം ആർമേഴ്സ് പൊതുവെ വളരെ കട്ടി കൂടിയതാണ്. ഉദാഹരണത്തിന് മുതലകൾ. ചെറിയ വെടിയുണ്ടകളെ പോലും മുതലയുടെ ആർമറിന് തടയാൻ കഴിയും. പക്ഷേ ഏറ്റവും ശക്തമായ ആർമർ ഉള്ളത് മുതലകൾക്കല്ല. പ്രാണികളും ക്രാംസും ഒക്കെ പോലെയുള്ള ജീവികൾക്ക് അവയുടെ എക്സോസ്കെലറ്റൻ തന്നെ ഒരു ആർമറായി പ്രവർത്തിക്കും. ഈ ആർമർ യഥാർത്ഥത്തിൽ മറ്റെല്ലാ തരം ആർമറിനേക്കാളും ശക്തമാണ്. പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ തോന്നില്ല. കാരണം നമ്മൾ ആഞ്ഞൊന്ന് ചവിട്ടിയാൽ തന്നെ ഒട്ടുമിക്ക പ്രാണികളുടെയും ആർമർ ചമ്മന്തിയാകും. എന്നാൽ ശരീരഭാരവും കൂടെ പരിഗണിക്കുമ്പോഴാണ് ഇവയുടെ ആർമർ മറ്റെല്ലാത്തിനേക്കാളും ഒരുപാട് ശക്തമാകുന്നത്. ഡയബോളിക്കൽ അയൺ ക്ലേഡ് ബീറ്റിലിന്റെ എക്സോസ്കെലറ്റനെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആർമറായി പരിഗണിക്കുന്നത്. സ്വന്തം ശരീരത്തിന്റെ 39,000 മടങ്ങ് ഭാരം വരെ ഇതിന്റെ എക്സോസ്കെലറ്റന് താങ്ങാനാകും. അതിനാൽ ഇതിന്റെ പുറത്തുകൂടെ ഒരു കാറ് കയറി ഇറങ്ങിപ്പോയാലും ഇതിന് ഒരു പോറല് പോലും പറ്റില്ല. രണ്ടാമത്തെ തരം ഡിഫൻസ് വെപ്പൺസ് ആണ് ബാർബ്സ്, അതായത് ശരീരത്തിൽ മുള്ളുകൾ കൊണ്ട് നിറഞ്ഞ ജീവികൾ. ഹെഡ്ജ് ഹോഗ്സ്, പോർക്കുപൈൻസ്, സീ ഉർച്ചിൻസ് എന്നിവയാണ് ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങൾ. ചില ജീവികളിൽ ഈ മുള്ളുകൾ ഇളകി വരുന്ന രീതിയിലാണ് നിർമ്മിതമായിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ മുള്ളുകളുടെ അറ്റത്തിൽ ഹൂക്കുകൾ പോലെ പ്രവർത്തിക്കുന്ന ഘടനകളും ഉണ്ടായിരിക്കും. അതിനാൽ തിരിച്ചു വലിച്ചെടുക്കുമ്പോൾ അത്യധികം വേദന അനുഭവപ്പെടും. ചില ജീവികളുടെ മുള്ളുകൾക്ക് വിഷമുണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റോൺ ഫിഷ്. ഇതിനെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള മീനായിട്ട് പരിഗണിക്കുന്നത്. ഇതിന്റെ വിഷം ഒരു മനുഷ്യനെ ബാധിച്ചാൽ കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അയാൾ കൊല്ലപ്പെടും. മൂന്നാമത്തെ തരം ഡിഫൻസ് വെപ്പൺസ് ആണ് ഡാമേജ് റിഫ്ലക്റ്റീവ് വെപ്പൺസ്, അതായത് സ്വന്തം ശരീരത്തിൽ ക്ഷതമേൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിരോധം. പല്ലികൾ സ്വന്തം വാല് മുറിച്ചു കളയുന്നത് ഇതുകൊണ്ടാണ്. പ്രൊഡക്ടറിന്റെ ശ്രദ്ധ മുറിഞ്ഞ വാലിലായിരിക്കുമ്പോൾ പല്ലി ഓടി രക്ഷപ്പെടും. സീ കുക്കുംബേഴ്സ് ആണെങ്കിൽ അതിന്റെ ആന്തരികാവയവങ്ങളെയൊക്കെ പ്രൊഡക്ടറിന്റെ ദേഹത്ത് തുപ്പും. ഈ അവയവങ്ങൾ വിഷമുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമാണ്. അതിനാൽ പ്രൊഡക്ടേഴ്സ് അതിൽ കുടുങ്ങിക്കിടക്കുന്ന സമയം സീ കുക്കുംബർ എസ്കേപ്പ് ആകും. അടുത്ത ഏതാനും ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ അവയവങ്ങളൊക്കെ റീജനറേറ്റ് ആവുകയും ചെയ്യും. ഈ കൂട്ടത്തിലെ മിടുക്കൻ ഹെയറി ഫ്രോഗ് ആണ്. പ്രൊഡക്ടേഴ്സ് ആക്രമിക്കാൻ വരുന്ന സമയം സ്വന്തം കൈവിരലുകളിലെ എല്ലുകളെ ഒടിക്കുകയും തൊലിയെ കീറി മുറിച്ച് ആ എല്ലുകളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് അതിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കും, അതായത് ഏതാണ്ട് വോൾവറൈനെ പോലെ. പക്ഷേ ഈ കൂട്ടത്തിലെ രാജാവ് ഐബീരിയൻ റിബ്ഡ് ന്യൂറ്റ് ആണ്. പ്രഡേറ്റർ വന്ന് കടിക്കുകയോ പിടിക്കുകയോ ചെയ്യുന്ന സമയം ഇത് സ്വന്തം റിബ് കേജിനെ വികസിപ്പിക്കും. അപ്പോൾ വാരിയെല്ലുകൾ സ്കിന്നും കീറി മുറിച്ചുകൊണ്ട് പുറത്തു വരും. ഈ എല്ലുകൾ മൂർച്ചയുള്ളതും വിഷമുള്ളതുമാണ്. അതിനാൽ ഇതിനെ പിടിക്കാൻ ശ്രമിക്കുന്ന പ്രഡേറ്ററിന്റെ കഷ്ടകാലമായിരിക്കും. നാലാമത്തെ തരം ഡിഫൻസ് വെപ്പൺ മിമിക്രിയാണ്, അതായത് പറ്റിക്കാനുള്ള കഴിവ്. ചില ജീവികൾക്ക് ഏതെങ്കിലും പ്രഡേറ്ററിന്റെ ലുക്കായിരിക്കും. ചില ജീവികൾക്ക് വാലിൽ തലയുടേതുപോലത്തെ ഡിസൈൻ ഉണ്ടായിരിക്കും. ചില ജീവികൾക്ക് പിന്നിൽ കണ്ണുകളുടെ ഡിസൈൻ ഉണ്ടായിരിക്കും. ചിലതിന് പരിസരത്തിനനുസരിച്ച് നിറം മാറാൻ കഴിയും. ചില ജീവികളാണെങ്കിൽ ചത്തതുപോലെ അഭിനയിക്കും. ശരീരത്തിൽ നിന്നും അഴുകിയ ശവശരീരത്തിൻ്റേതുപോലത്തെ സ്മെല്ലും പുറപ്പെടുവിക്കും. പക്ഷേ മിമിക് ഒക്ടോപ്പസ് ആണ് ഈ കൂട്ടത്തിലെ കൊമ്പൻ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിറം മാറാൻ കഴിവുള്ള ജീവികളാണ് മിമിക് ഒക്ടോപ്പസ്. ഓന്തുകൾക്കും ഇതേ കഴിവുണ്ട്. പക്ഷെ അവയ്ക്ക് നിറം മാറാൻ ശരാശരി 20 സെക്കൻഡുകൾ വരെ സമയം വേണം. അതിനു പുറമെ നിറം മാറാൻ ഒരുപാട് പരിമിതികളുമുണ്ട്. എന്നാൽ നീരാളികൾക്ക് നിറം മാറാൻ വെറും 200 മില്ലി സെക്കൻഡ്സ് മതി, അതായത് ഏതാണ്ട് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം. നിറം മാത്രമല്ല, പരിസരത്തിനൊത്ത് ഡിസൈൻ വരെ മാറ്റാൻ കഴിയും. എന്നുവെച്ചാൽ ചുറ്റും എന്താണോ ഉള്ളത് കൃത്യമായും അതിന്റെ പാറ്റേണിലേക്ക് മാറും.
ഉദാഹരണത്തിന് ചുറ്റും പവിഴപ്പുറ്റുകൾ ഉണ്ടെങ്കിൽ കൃത്യമായും ആ പവിഴപ്പുറ്റിന്റെ ഡിസൈനും നിറവും ഇതിനെ കൈവരിക്കാനാകും. ഇതിനൊക്കെ പുറമെ സ്കിന്നിന്റെ ടെക്സ്ചർ വരെ ഇതിനെ മാറ്റാൻ പറ്റും. അതിനാൽ ശരിക്കും മിമിക്രിയുടെ മാസ്റ്റേഴ്സ് തന്നെയാണിവ. അവസാനത്തെ തരം ആയുധങ്ങളാണ് പ്രൊജക്ടൈൽ വെപ്പൺസ്. അതായത് എന്തെങ്കിലും രീതിയിലൂടെ അകലെ നിന്നും ആക്രമിക്കാൻ കഴിയുന്ന ജീവികൾ. ഇതിനു വേണ്ടി ചില ജീവികൾ നാക്കാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഓന്ത്. ഇതിന്റെ നാക്കിന് ഇതിന്റെ ശരീരത്തിനേക്കാൾ നീളമുണ്ടായിരിക്കും. 1 സെക്കൻഡിന്റെ 100-1 സമയം കൊണ്ട് ഈ നാക്കിന് 0-ൽ നിന്നും 100 km/h വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യാനാകും. നാക്കിന്റെ അറ്റമാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ളതുമാണ്. അങ്ങനെ ഈ നാക്ക് ഉപയോഗിച്ച് അകലെയുള്ള ഇരയെ നിസ്സാരമായിട്ട് വളരെ വേഗത്തിൽ പിടിച്ചെടുക്കാൻ പറ്റും. ഇര കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഓന്തിന്റെ വായിലായിരിക്കും. ചില ജീവികൾക്കാണെങ്കിൽ ചൂണ്ട പോലെ എന്തെങ്കിലും ഒന്ന് ശരീരത്തിൽ നിന്നും ഷൂട്ട് ചെയ്യാനാകും. ഈ ചൂണ്ട ചെന്ന് ഇരയുടെ ദേഹത്ത് കൊരുത്തിരിക്കും. പിന്നെ അതിനെ പതിയെ വലിച്ചെടുക്കും. ജെല്ലി ഫിഷുകളാണ് ഇതിന്റെ പ്രധാന ഉദാഹരണം. ആർച്ചർ ഫിഷ് എന്ന മീനിന് മറ്റൊരു വിചിത്രമായ പ്രൊജക്ടൈൽ വെപ്പൺ ഉപയോഗിക്കാൻ അറിയാം. ഇതിന് അതിവേഗത്തിൽ വെള്ളത്തിനെ തുപ്പാൻ സാധിക്കും. ഈ തുപ്പുന്ന വെള്ളം ഏതാണ്ട് ബുള്ളറ്റ് പോലെ പ്രവർത്തിക്കും. ഇങ്ങനെ ഈ മീനുകൾ വെള്ളത്തിന് മുകളിൽ ഇരിക്കുന്ന പ്രാണികളെ വെടിവെക്കും. വെള്ളം വന്നിടിക്കുന്നതിന്റെ ശക്തിയിൽ ഈ പ്രാണികൾ ഉടനെ ബോധം കെട്ട് വെള്ളത്തിൽ വന്ന് വീഴും. അപ്പോൾ മീൻ ഓടിച്ചെന്ന് ആ പ്രാണിയെ പിടിച്ച് തിന്നും. ഈ പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ വെപ്പൺസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? എങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.